ബഹുമാനപ്പെട്ട ജനാബ് ടി കെ ജലാലുദ്ദീൻ മുസലിയാർ, ട്രഷറർ ടി കെ എം കോളേജ് ട്രസ്റ്റ് ആൻഡ് ഗവർണിംഗ് ബോഡി മെമ്പർ ടി കെ എം സി എസ്, ബഹുമാനപ്പെട്ട ഡോക്ടർ എം ജെ ഷീബ പ്രിൻസിപ്പൽ, ശ്രീ കെ അംബുജാക്ഷൻ, നമ്മുടെ ഒരു വളരെ പ്രമുഖ ജനകീയ നേതാവാണ്, ചിന്തകനാണ്, ഡോക്ടർ സുൽഫിയ സമാദ്, നമ്മുടെ ശ്രീ ഫിറോസ് ഖാൻ, സെനറ്റ് മെമ്പർ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള ആൻഡ് സ്റ്റാഫ് അഡ്വൈസർ, ഡോക്ടർ മുഹമ്മദ് അലി, ശ്രീമതി റുക്സാന സുൽത്താന, ഈ മിസ് അക്സ സാജി, നമ്മുടെ ഈ ഒരു പ്രോഗ്രാം തുടക്കത്തിൽ സംസാരിച്ച മിസ് ഗോപിക വളരെ നന്നായിട്ട്, വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് സംസാരിച്ചു. ഒരു പ്രത്യേക കയ്യടി നമുക്ക് കൊടുക്കേണ്ടതാണ്. ഇത്രയും നല്ലൊരു ക്ലാരിറ്റിയും കോൺഫിഡൻസും ഉള്ളൊരു മനസ്സും അത് കൺവേ ചെയ്യാനുള്ള കഴിവും വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതിന് ഞാൻ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട അധ്യാപകരെ, ബഹുമാനപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സലാം അലൈക്കും, നമസ്തേ, ജയ് ഭീം, ജയ് ഹിന്ദ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഭരണഘടനയെക്കുറിച്ചാണ്. അതൊരു ഇൻ്ററാക്റ്റീവായിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഒരു സംഭാഷണമാണ്, സംവാദമാണ്, അല്ലാതെ ചോദ്യോത്തരമല്ല, ക്ലാസ് അല്ല, ഒരു കോൺവെർസേഷനാണ്. ഒരു വെറും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്ചേഞ്ച് ഓഫ് വ്യൂസാണ്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ അടുക്കൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, എന്താണ് നമ്മുടെ ഭരണഘടനയുടെ പ്രാധാന്യം? എന്താണ് നിങ്ങൾക്ക് ഭരണഘടനയുടെ പ്രാധാന്യമായിട്ട് നിങ്ങൾ കാണുന്നത്? അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരു പൗരന് ഭരണഘടനയുടെ പ്രാധാന്യം എന്താണ്? നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? ആരെങ്കിലും പറയുമോ? ആരെങ്കിലും അതിനെക്കുറിച്ച് പറയാമോ? നമ്മുടെ ഭാവി തലമുറയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അതിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ ഞാൻ പറഞ്ഞ ക്ലാസ്സോ ചോദ്യോത്തരമോ അല്ല. ഞാനെന്നാ മിസ് ഗോപികയോട് ചോദിക്കട്ടെ തുടങ്ങാൻ. എന്താണ് ഒരു ഗോപികയ്ക്കും ഒരു സാധാരണ പൗരനും ഈ ഭരണഘടനയുടെ പ്രാധാന്യം എന്താണ്? അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞാൻ ശരിയും തെറ്റുമല്ല, നമ്മൾ എല്ലാ അഭിപ്രായങ്ങൾക്കും വാല്യൂ കൊടുക്കുന്നു, ഈക്വൽ വാല്യൂ കൊടുക്കുന്നു. അതാണ് ജനാധിപത്യം. നമ്മൾ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഇന്ത്യക്കാരനായിരിക്കെ നിയർലി നമ്മളിവിടെ ജീവിച്ചു പോവുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ എക്സ്പ്ലോയിറ്റഡ് ആവും, ആൾക്കാർ നമ്മളെ ചൂഷണം ചെയ്യാം, അല്ലെങ്കിൽ ചില ഏരിയയിൽ നമ്മൾ മാർജിനലൈസ്ഡ് ആയി പോകും. പക്ഷെ അങ്ങനെ ആകുമ്പോൾ പലർക്കും സമൂഹത്തിൽ മുന്നോട്ട് വരാൻ ഒരു ചാൻസ് കിട്ടും. ബാക്കി കുറെ പേര് ആ ഡൗൺ ആയിട്ട് തന്നെ കിടക്കും, അല്ലെങ്കിൽ അവര് പിന്നെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ മാർജിനലൈസ്ഡ് ആയ ഒരു വിക്ടിമായിട്ടാണ് പോകുന്നത്. അപ്പം ഭരണഘടന എന്നൊരു കോൺസെപ്റ്റ് മുന്നോട്ട് വരുമ്പോൾ എനിക്ക് ഒരു റൈറ്റ് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കത് തിരിച്ചു കിട്ടും എന്നൊരാൾക്ക് ഒരു ഉറപ്പ് കൊടുക്കുന്നതാണ്. അതാണ് എൻ്റെ ഒരു വളരെ നല്ല ആൻസറാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ആൻസറാണ്. ഇനി ഒരു 2-3 ആൻസറോട് ആൻസറല്ല, അഭിപ്രായങ്ങൾ കൂടെ നമുക്ക് കേൾക്കാം. വളരെ നല്ലൊരു അഭിപ്രായത്തിൽ നമ്മൾ തുടങ്ങി. എല്ലാ അഭിപ്രായങ്ങളും ശരിയാണ്. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് ഒരു സംശയവും നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ പറയാം. ഞാൻ പറയാം. സാർ, ഒരു ഭരണഘടന എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ ജീവനാടി തന്നെ പറയാം. അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക്, സിറ്റിസൺസിന് തന്റെ ജീവനും സ്വത്തിനും ഭാവി തലമുറയ്ക്കാണെങ്കിൽ പോലും ഒരു സംരക്ഷണം കിട്ടുക എന്നുള്ളത് എല്ലാവരുടെയും റൈറ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ഇൻഫോർമേഷൻ ചോദിക്കണമെങ്കിൽ നമ്മളെ അടിച്ച് താഴ്ത്താതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ അന്വേഷിച്ച് കയറി വരാൻ ഒരു എന്താ പറയാ, അത്താണിയാണ് ഭരണഘടന. വളരെ നല്ലത്, വെരി ഗുഡ്, എക്സലന്റ്. വളരെ നല്ലൊരു അഭിപ്രായം. അതെ, ഈ പറഞ്ഞ 2 അഭിപ്രായത്തിനെ സമ്മറൈസ് ചെയ്യാൻ നോക്കൂ ആരെങ്കിലും? ഒന്നുകൂടെ ഇവരെന്താണ് പറഞ്ഞത്? ഇവർ രണ്ടുപേരും
എന്താണ് പറഞ്ഞത് ഇതുവരെ എന്നാൽ പറയാനൊക്കൂ? എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുന്ന സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ ജാതി മത സാമ്പത്തിക വിവേചനങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും അതോടൊപ്പം നമ്മുടെ സഹജീവികൾക്കും തുല്യത, എല്ലാ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ മനുഷ്യന് തുല്യതമായ റൈറ്റുകൾ ജീവിക്കാനുള്ളതും സ്വതന്ത്രമായി ചിന്തിക്കാനും വിശ്വാസങ്ങൾക്കുമെല്ലാം നമുക്ക് റൈറ്റ് തരുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യ പോലുള്ളൊരു ഡൈവേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് റിലിജൻ, ഒരുപാട് കൾച്ചേഴ്സ്, ഈ സ്റ്റേറ്റിൽ തന്നെ ന്യൂമറസ് കൾച്ചേഴ്സും റിലീജിയൻസും ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. പിന്നെ അത് മാത്രമല്ല വി ഹവ് ബീൻ കോളനൈസ് ഫോർ ഇയേഴ്സ്, ഒരുപാട് വർഷം നമ്മൾ കോളനൈസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു റിലീജനോ കാസ്റ്റോ കൾച്ചറോ ബേസ് അല്ലാതെ ഒരു ജനറൽ പുതിയൊരു ബേസ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും ഈക്വലായി കാണുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാന്ന് പറയുന്നത് ഇറ്റ് വാസ് ലൈക്ക് മോർ ദാൻ ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ കണ്ടീഷൻ ആണെങ്കിൽ പോലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റെലവൻസ് ലൈക്ക് ഒട്ടും താന്നു പോയിട്ടില്ല. കാരണം ഡേ ബൈ ഡേ നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ് ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കമ്മിങ് ഫ്രം മൈനർ കമ്മ്യൂണിറ്റീസ്, ട്രൈബൽ പീപ്പിൾ, എല്ലാവരും സൊസൈറ്റിയുടെ ഒരു മുൻനിരയിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈക്ക് മോർ ദൻ 90% ഓഫ് ക്രെഡിറ്റ് പോകുന്നത് ഭരണഘടനയ്ക്കും. ഒബ്വിയസ്ലി വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ പീപ്പിൾ ഹു വർക്ക് ഫോർ ഇറ്റ്. സോ എൻ്റെ ഒരു ഇതിൽ നമ്മൾ ഒരു പുതിയൊരു ബേസ് ക്രിയേറ്റ് ചെയ്യണം, എല്ലാവരും യുണൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആസ് സിറ്റിസൺസ് എന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വെരി ഗുഡ്, വണ്ടർഫുൾ, വണ്ടർഫുൾ, ബ്രില്യന്റ്. വളരെ നല്ലത്, താങ്ക് യു. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളെയും പീസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാനും അവർക്കൊരു കോർഡിനേഷൻ കൊണ്ടുവരാനും നമ്മളെ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മുടെ ആസ്പിറേഷൻസ് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കാനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കഴിയും. അതുപോലെ തന്നെ പല ഡൈവേഴ്സ് കമ്മ്യൂണിറ്റീസ് ഉള്ള, റിലീജിയൻസ് ഉള്ള, ലാംഗ്വേജസ് സംസാരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫണ്ടമെന്റൽ ഐഡന്റിറ്റി കൊണ്ടുവരാനായിട്ട് കോൺസ്റ്റിറ്റ്യൂഷന് കഴിയും. വെരി ഗുഡ്, ബ്രില്യന്റ്, വണ്ടർഫുൾ. സാർ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ റൈറ്റ് കിട്ടുക, ഗോപിക പറഞ്ഞ പോലെ തന്നെ ആരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ എല്ലാവർക്കും ഒരു ഈക്വൽ റൈറ്റ്സ് കൊടുക്കുക എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നത്. ഈ ജാതി മതത്തിൻ്റെ കാര്യത്തിലൊന്നും ആരെയും വിവേചനം ഇല്ലാതെ എല്ലാവർക്കും അവരുടേതായ റൈറ്റ് കിട്ടുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ലത്, വെരി ഗുഡ്, എക്സലന്റ്. നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മഹത്വം. പല വിധത്തിലും പല ആസ്പെക്ട്സിൽ നിന്നും നമ്മൾ കേട്ടു. ഈ ഇവിടെ താമസിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, ഈ രാജ്യത്തെ ജനങ്ങൾ, വി ദ പീപ്പിൾ, ഈ രാജ്യത്തെ ജനങ്ങൾ, ഇവർ ഈ ജീവിതത്തിൽ അവർക്ക് മെച്ചപ്പെടാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കണം. അവസരമാണ് കൊടുക്കേണ്ടത്, അവർ അപ്ലിഫ്റ്റ് ചെയ്യല്ലേ ചെയ്യേണ്ടത്, അവസരമാണ് കൊടുക്കുന്നത്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഈ ജനതയെ ഡിപ്രസ്ഡ് ക്ലാസ്സസ് എന്നാണ് പറഞ്ഞിരുന്നത്. ഡിപ്രസ്ഡ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫോഴ്സ് കൊണ്ട് താഴ്ത്തപ്പെട്ട ആൾക്കാരാണ്. ഒരു ഡിപ്രഷൻ, അറ്റ്മോസ്ഫിയറിക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് വന്നിട്ട് ഒരു ഡിപ്രഷൻ ഉണ്ടാകുക. അപ്പോൾ ഡിപ്രസ്ഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ആൾക്കാരാണ് ഡിപ്രസ്ഡ്. ആ ഫോഴ്സ് മാറ്റിയാൽ മതി, അവർ അപ്ലിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഫോഴ്സ് മാറ്റിയാൽ മതി, അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ സ്വന്തം ഡെസ്റ്റിനി, അവരുടെ സ്വന്തം ആസ്പിറേഷൻസ് അവർ റിയലൈസ് ചെയ്യും. അപ്പോൾ അത് കേട്ടു. അതുപോലെ തന്നെ എല്ലാവർക്കും തുല്യത വേണം, എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് വേണം, എല്ലാവരും ഒരുമിപ്പോടുകൂടി, സാഹോദര്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി ഈ വൈവിധ്യമുള്ള വലിയൊരു രാജ്യത്ത്, ഞാൻ ഒരു സ്ലൈഡ് കൂടെ ഒക്കെങ്കിലും ഞാൻ കാണിച്ചു തരാം. ഈ നമ്മുടെ ഇന്ത്യയുടെ വൈവിധ്യം വളരെ അത്ഭുതകരമായിട്ടുള്ള വൈവിധ്യമാണ്. വേറെ ലോകത്തൊരു രാജ്യത്തിനും ഇല്ലാത്ത വൈവിധ്യമാണ്. ഇത്ര വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും എങ്ങനെ ഒന്നിച്ച് സമാധാനപരമായി ജീവിക്കാമെന്നുള്ള ഒരു വലിയൊരു ചാലഞ്ചിൻ്റെ ഒരു സൊല്യൂഷനാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ ഭരണഘടന ഇല്ലെങ്കിൽ
ഇവിടെ ആർക്കും അന്യായത്തിനും അനീതിക്കുമെതിരെ യാതൊരു പ്രതിവിധിയും ഉണ്ടാവില്ല. യാതൊരു പ്രതിവിധിയും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ നിയമപരമായും അല്ലാതെയും കിട്ടുന്ന എല്ലാ പ്രതിവിധികളുടെയും സ്രോതസ് ഭരണഘടനയാണ്. അല്ലെങ്കിൽ ഭരണാധികാരിയുടെ മേഴ്സി, കാരുണ്യം കൊണ്ട് എന്തെങ്കിലും പ്രതിവിധി കിട്ടിയാൽ അവിടെ യാചിക്കേണ്ടി വരും. പക്ഷേ ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് നമുക്ക് ഒരു പ്രതിവിധിയും ഉണ്ടാവില്ല. അപ്പം ഈ ഭരണഘടന നിലനിർത്തുന്നത് ഓരോ പൗരൻ്റെയും ആവശ്യമാണ്. ആ ഭരണഘടന ഇല്ലെങ്കിൽ നമുക്ക് പ്രതിവിധിക്ക് യാതൊരു റൈറ്റും ഇല്ല അന്യായത്തിനെതിരെ. പക്ഷേ ഇതിനുപരി ഒരു വലിയൊരു പ്രോബ്ലം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്. എത്രയോ നൂറ്റാണ്ടുകളുണ്ട്. ലോകത്ത് എവിടെയും ഇല്ലാത്ത ഒരു സാമൂഹിക വ്യവസ്ഥ ഇന്ത്യയിലുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഇതിനെ 1936 ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു, ഇതിനെ അനൈഹിലേറ്റ് ചെയ്യണം, ഇല്ലാതാക്കണം. അതിൻ്റെ അനൈഹിലേഷൻ ഇല്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ ഒക്കില്ല. ഈ പറഞ്ഞ എല്ലാവർക്കും റൈറ്റ്സ് കിട്ടില്ല. എല്ലാവർക്കും ഒരുമിപ്പോടുകൂടി ജീവിക്കാൻ കഴിയില്ല. സ്വാതന്ത്ര്യവും സ്വാഭിമാനവും ഒരിക്കലും ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ എന്താണ് ഈ കാസ്റ്റ് സിസ്റ്റം എന്നുള്ളതിനെ കുറിച്ച് വാസ്തവത്തിൽ ഒരു ക്ലാരിറ്റിയുമില്ല. ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, തെറ്റിദ്ധരിക്കുന്നു. ഇതിൽ ഏറ്റവും വലിയ സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റും ഒക്കെ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല എക്സാക്ട്ലി എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്ന്. ആർക്കും, എല്ലാവർക്കും അതിൻ്റെ പ്രാക്ടീസിനെ കുറിച്ച് അറിവുണ്ട്. ഈ നമ്മൾ ആദ്യം കേട്ടതുപോലെ ഒരു ഗ്രൂപ്പിൽ ജനിച്ചു പോയി എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് മറ്റൊരു കുട്ടിയുടെ ഛർദിൽ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ പെടാത്ത ഒരു കുട്ടി ഇത് കണ്ട് ആ കുട്ടി കരയുന്നു, എനിക്കിത് ചെയ്യേണ്ടെന്ന് പറയുന്നു. അത് കണ്ടിട്ട് സങ്കടം വന്ന് സ്നേഹം കൊണ്ടും അനുകമ്പ കൊണ്ടും ഞാൻ സഹായിക്കാം എന്ന് മറ്റൊരു കുട്ടി, ഈ വിഭാഗത്തിൽ പെടാത്ത ഒരു കുട്ടി പറയുന്നു, ഞാൻ സഹായിക്കാം എൻ്റെ സുഹൃത്തിനെ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല നീ സഹായിക്കരുത്, അത് ആ കുട്ടി ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു. അത് ഇപ്പോഴും നടക്കുന്നു. അപ്പൊ ഇതെന്താണ്, പക്ഷേ ഇതെന്താണെന്ന് അപ്പൊ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ, ഇതിന്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, പക്ഷെ ഇതെന്താണെന്ന് ക്ലാരിറ്റി ഇല്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഒരു 5 മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് മുന്നോട്ട് പോകും. ഭരണഘടനയുടെ വലിയൊരു വെല്ലുവിളി ഈ സിസ്റ്റത്തിനെ ആക്കണം എന്നുള്ളതാണ്. ഭരണഘടന ഇന്ന് നേരിടുന്ന വലിയ എതിർപ്പ് ഈ സിസ്റ്റത്തിനെ ഭരണഘടന ഇല്ലാതാക്കുന്നത് കൊണ്ടാണ്. അതാണ് ഇവിടെ നടക്കുന്ന വലിയൊരു സ്ട്രഗിൾ നടക്കുകയാണ്. ഈ സ്ട്രഗിൾ നമുക്ക് മനസ്സിലായി ഭരണഘടനയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് നിലനിൽക്കാൻ പറ്റില്ല. അപ്പം അതിനെ വളരെ ബ്രീഫ്ലി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, ഈ ഒരു സ്ലൈഡ് ഞാൻ ഇത് ഉണ്ടാകും ഞാൻ അറിഞ്ഞില്ല, പക്ഷേ ഞാൻ സ്ലൈഡ് അയച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ വ്യക്തി, കുടുംബം, ഇത് സമുദായങ്ങളാണ്. ഏറ്റവും മുകളിൽ പടം കണ്ടാൽ ആ സമുദായങ്ങൾക്ക് മതമുണ്ട്. ഇത് ട്രിവാൻഡ്രം പാളയത്തിൻ്റെ ഒരു പടമാണ്. അവിടെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മോസ്ക് ഉണ്ട്, ഹിന്ദു ക്ഷേത്രമുണ്ട്, അപ്പോൾ പല റിലിജൻസ് ഉണ്ട്. ആ റിലിജൻസിലും പല സമുദായങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും സോഷ്യൽ ഗ്രൂപ്പ്സാണ്. മനുഷ്യർക്ക് എപ്പോഴും, വ്യക്തികൾക്ക് എല്ലാവർക്കുമല്ല, മിക്കവാറുമുള്ള വ്യക്തികൾ ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിരിക്കും. ലോകത്തുള്ള എല്ലാ വ്യക്തികളും പല തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സും ഉണ്ടാക്കും. ആ സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ ആ സോഷ്യൽ ഗ്രൂപ്പ്സ് റിലീജിയസ് ബിലീഫ്സും അക്സെപ്റ്റ് ചെയ്യും. റിലീജിയസ് സമുദായങ്ങളും ഇതിൽ പെടും. ഇതാണ് സമുദായം എന്ന് പറയുന്നത്. ഈ ചില സമുദായങ്ങളെ നമ്മൾ ജാതി എന്ന് പറയും. പക്ഷെ ആക്ച്വലി അത് തെറ്റാണ്, അവർ ജാതികളല്ല. അപ്പൊ നാരായണ ഗുരു പറയുന്നു, ഒരു ജാതി മനുഷ്യന്
അപ്പോൾ പലരും ചോദിക്കുന്നു, പക്ഷെ ഇത്രയും ജാതികളുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു ജാതി എന്ന് പറയുന്നത്? അത് ശരിയാണോ? ഗുരുവിന് തെറ്റിപ്പോയതാണോ? അപ്പോൾ ഗുരു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ജാതി എന്നുള്ള സംസ്കൃത വാക്കാണ്. ആ സംസ്കൃത വാക്കിൻ്റെ ഒറിജിൻ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ജൻ പ്ലസ് കത്ത് എന്നാണ് ജാതി എന്നുള്ള വാക്ക് വരുന്നത് എറ്റിമോളജിക്കലി. ഗുരു പറയുന്നത് ജാതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജന്മരീതി എന്നാണ്. ആനയ്ക്കൊരു ജന്മരീതി, പൂമ്പാറ്റയ്ക്കൊരു ജന്മരീതി, മനുഷ്യനൊരു ജന്മരീതി, ഒരു യോനി, ഒരു ആകാരം. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു സ്ത്രീ പ്രസവിച്ച് ജന്മം കൊള്ളുന്നവരാണ്. അല്ലാതെ ചിലവർ അമ്മ പ്രസവിച്ചും ചിലവർ അച്ഛൻ മുട്ടയിട്ട് മുട്ട വിരിഞ്ഞിട്ടല്ലല്ലോ ചില മനുഷ്യരുണ്ടാകുന്നത്. അപ്പം എല്ലാ മനുഷ്യർക്കും ഒരു ജന്മരീതിയേ ഉള്ളൂ. ജാതിയുടെ അർത്ഥം ജന്മരീതി ആയതുകൊണ്ട് ഗുരു പറയുന്നു ഒരു ജാതി മനുഷ്യന്. ഒരിടത്ത് ഗുരു പറയുന്നു മനുഷ്യൻ ഒരു ജന്മരീതിയേ ഉള്ളൂ എന്നറിഞ്ഞൂടാത്ത ഈ ലോകത്ത് കോപ്പിന് ആരുമില്ല, ഈ ബ്രാഹ്മണാദികൾ ഒഴികെ. ആ കഷ്ടം ഗുരു പറയുന്നു. സയൻസും പറയുന്നു മനുഷ്യൻ ഒരു ജന്മരീതിയുള്ളൂ, ഒരു സ്പീഷീസാണ്, ഹോമോസേപ്പിയൻസ്. സഹോദരൻ അയ്യപ്പൻ ഗുരുവിനോട് പറയുന്നു മിശ്ര വിവാഹത്തിനെ കുറിച്ച് എന്താണ് ഗുരുവിൻ്റെ അഭിപ്രായം? അപ്പോൾ ഗുരു പറയുന്നു വളരെ തെറ്റാണെന്ന് പറയുന്നു. അപ്പോൾ സഹോദരൻ ആശ്ചര്യപ്പെടുന്നു. ഗുരു പറയുന്നു മിശ്ര വിവാഹം തെറ്റാണ്. ഗുരു മനഃപൂർവ്വം പറഞ്ഞത്. ഗുരു പറയുന്നു മിശ്ര വിവാഹം എന്ന് വെച്ചാൽ മനുഷ്യൻ മൃഗത്തിനെ കല്യാണം കഴിക്കുന്നതാണ് മിശ്ര വിവാഹം. മനുഷ്യനെ കല്യാണം കഴിക്കും, അത് മിശ്ര വിവാഹമല്ല. മനുഷ്യർ അല്ലാതെ പിന്നെ വേറെ ആരെ കല്യാണം കഴിക്കും? അത് മിശ്ര വിവാഹമല്ല. അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഒരു ജാതിയാണ്, ഒരു ജാതി മനുഷ്യൻ. പക്ഷേ പിൽക്കാലത്ത് കഴിഞ്ഞ ഒരു 100-150 വർഷം മുതൽ ഈ സമുദായങ്ങളെ നമ്മൾ ജാതികൾ എന്ന് വിളിക്കാൻ തുടങ്ങി. സമുദായം എന്ന് വെച്ചാൽ സമ ഉദയം, ഒരു കോമൺ ഒറിജിൻ, എന്തെങ്കിലും ഒരു കോമൺ ഒറിജിൻ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അത് മതം അല്ല, ജാതി അല്ല, അത് റെസിഡന്റ് അസോസിയേഷൻ ആകാം, ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ആകാം. എത്രയോ സമുദായങ്ങളിൽ നമ്മൾ അംഗങ്ങളാണ്, സോഷ്യൽ ഗ്രൂപ്പാണ്. പക്ഷേ ഈ ജാതി എന്നുള്ള കോൺസെപ്റ്റ് എവിടെ നിന്നുണ്ടായി? ആ കോൺസെപ്റ്റ് ഉണ്ടായത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ്. എങ്ങനെ? ജാതിയുടെ അർത്ഥം ജന്മരീതി ആയതുകൊണ്ട് ഋഗ്വേദത്തിൽ പുരുഷ സൂക്തത്തിൽ പറയുന്നു മനുഷ്യർക്ക് 4 ജന്മരീതി ഉണ്ടെന്ന് പറയുന്നു. 4 ജന്മരീതി. അപ്പോൾ ജന്മരീതിയാണ് ജാതിയുടെ അർത്ഥം. അതിൻ്റെ അർത്ഥം 4 ജാതികളുണ്ട്, 4 ജന്മരീതികളുണ്ട്. വിരാട്ട പുരുഷന്റെ തലയിൽ നിന്നും ചിലർ ജനിക്കുന്നു, ബാഹുവിൽ നിന്ന് ജനിക്കുന്നു, വയറിൽ നിന്ന് ജനിക്കുന്നു, അല്ലെ തൊടയിൽ നിന്ന് ജനിക്കുന്നു, കാലിൽ നിന്ന് ജനിക്കുന്നു. അങ്ങനെ 4 ജന്മരീതികൾ മനുഷ്യരുണ്ട്. അപ്പം മനുഷ്യർ 4 സ്പീഷീസാണ് എന്ന് ഋഗ്വേദം പറയുന്നു. ജാതി എന്നുള്ള വാക്ക് അതിൽ വരുന്നില്ല, പക്ഷേ 4 ജന്മരീതികളുണ്ടെന്ന് ഋഗ്വേദത്തിൽ പറയുന്നു, പുരുഷ സൂക്തത്തിൽ. ബാക്കി ഇതിൽ പെടാത്തവര് മനുഷ്യരായിട്ട് ഋഗ്വേദത്തിൽ കാണുന്നില്ല. അവർക്ക് ജന്മമില്ലെങ്കിൽ അവർ മൃതവസ്തുക്കളായിട്ടാണ് കാണുന്നത്. ഈ 4 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അവർക്ക് ജന്മമുള്ളൂ, ജീവനുള്ളൂ. മനുഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ ഈ 4 ജന്മരീതികൾ പറയുന്നുണ്ട്. ഇത് 4 ജാതികളാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് 4 ജാതികളല്ല, ഒരു ജാതിയോ എന്ന് പറഞ്ഞിട്ട് പുരുഷ സൂക്തത്തിനെ റിജക്റ്റ് ചെയ്യുന്നു. ഈ 4 ജാതികളുടെ സ്റ്റേറ്റസും റെസ്പോൺസിബിലിറ്റീസും പവറും പ്രിവിലേജും ഒക്കെ വർണ്ണിക്കുന്നതാണ് വർണ്ണം. അതിൻ്റെ വർണ്ണനമാണ് വർണ്ണം. ഓരോ ജാതിക്കും എന്താണ് പവർ, എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് വർണ്ണിക്കുന്നു. ആ വർണ്ണനമാണ് വർണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ജാതിയും വർണ്ണവും ഒന്ന് തന്നെയാണ്. ജാതികൾ ഋഗ്വേദത്തിലുണ്ടാവുന്നു, അതിനെ വർണ്ണിക്കുന്നു, ആ ജാതിയുടെ വർണ്ണനമാണ്. 4 ജാതികളില്ലെങ്കിൽ ഈ വർണ്ണനത്തിൻ്റെ ആവശ്യമില്ല. ഒരു ജാതിയുള്ളെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഒരേ പവർ ആൻഡ് സ്റ്റേറ്റസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണല്ലോ. അപ്പോൾ ഈ ജാതിയും വർണ്ണവും ഇല്ലാതാകുന്നു. ഗുരു പറയുന്നതിൽ നിന്നും ജാതിയും വർണ്ണവും ഇല്ലാതാകുന്നു. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ
ഈ സമുദായങ്ങൾ ജാതികളാവും ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? അവർ ഒരു സ്പീഷീസ് അല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ രണ്ട് ദിവസം മിനിഞ്ഞാന്ന് കോഴിക്കോട് ലോ കോളേജിലൊരു സെമിനാറിന് പോയി, ട്രൈബൽ സെമിനാർ. ആദിവാസി എന്നുള്ള പേര് സർക്കാർ ഇപ്പോൾ ഭാരത സർക്കാർ മാറ്റിയിട്ട് ഇപ്പോൾ വനവാസി എന്നും ജനജാതി എന്നുമാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു ജനജാതി എന്ന് പറഞ്ഞാൽ ഈ ട്രൈബൽസ് ഒരു ഡിഫറെൻറ്റ് സ്പീഷീസ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. അവർ മനുഷ്യരല്ല, ഏതോ ഡിഫറെൻറ്റ് സ്പീഷീസ് ആണെന്ന് പറയും. നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല മനുഷ്യർ മറ്റൊരു ജാതിയാണ്, സമുദായം എന്ന് പറയാം. ആദിവാസി എന്ന് പറഞ്ഞു, ഞാൻ അവരെ ആദിവാസി എന്നേ പറയുള്ളൂ. എന്നെ ഇവിടെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഇനോഗ്രേറ്റ് ചെയ്തു, പക്ഷേ ഞാൻ ആദിവാസി എന്നേ പറയുള്ളൂ. ഞാൻ ജനജാതി എന്നോ വനവാസി എന്നോ പറയില്ല. ആദിവാസികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രൂഫ് കൊണ്ടുവരിക, ആർക്കിയോളജിക്കൽ പ്രൂഫ്, ഹിസ്റ്റോറിക്കൽ പ്രൂഫ്, എന്നിട്ട് നമുക്ക് നോക്കാം അത്. എന്നിട്ട് ആരാണ് ആദിവാസികൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആസ് ഓഫ് നൗ, ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്, ആർക്കിയോളജിക്കൽ എവിഡൻസ്, ഈ എല്ലാം ഈ നോക്കിയിട്ട് സയൻറ്റിസ്റ്റ് പറയുന്നതാണ് ഇവരാണ് ആദിവാസികൾ എന്ന് പറയുന്നത്. അപ്പോൾ ജാതി എന്നുള്ള ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കാസ്റ്റ് സിസ്റ്റം മനസ്സിലാക്കണമെങ്കിൽ ജാതിയും സമുദായം രണ്ടാണ്, ഒന്നല്ല. ജാതി എന്ന് പറഞ്ഞാൽ ഈ 4 കാറ്റഗറീസാണ് ജാതികൾ, ബാക്കി നമ്മളെല്ലാവരും സമുദായങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കൻ്റ് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. സമുദായങ്ങൾ തമ്മിൽ ശ്രേണീകരണമില്ല. ഈ ശ്രേണീകരണം വരുന്നത് ജാതിയിലാണ്. അപ്പോൾ ഇതൊന്ന് അടുത്ത സ്ലൈഡിലേക്ക് ഇട്ടാൽ നമുക്ക് കാണാൻ പെട്ടെന്ന് എന്ത് പറ്റുന്നു ഈ സമുദായത്തിൽ. ഇതാണ് ഈ മോഡൽ കാണുന്നതാണ് കാസ്റ്റ് സിസ്റ്റം. എന്ത് ചെയ്യുന്നു ഈ സമുദായം, ഈ കാസ്റ്റ് സിസ്റ്റവും ഒക്കെ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വ്യക്തിയും ഫാമിലിയും സമുദായങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. ആ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞ പോലെ 4 കാറ്റഗറീസ് ഋഗ്വേദത്തിലുള്ള, ബാക്കിയുള്ളവർ മതമേതായാലും സമുദായം ഏതായാലും ഈ ജാതിയിൽ പെടാത്തവരെല്ലാം കൂടെ കാറ്റഗറി 5-ലാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ 3 പോയിന്റ് ഉണ്ട്. ഈ ജാതി വ്യവസ്ഥയിൽ 3 പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഒരു ഇൻഡിവിജ്വൽ റൈറ്റുമില്ല. അതിപ്പം അമേരിക്കയിലെ സ്ലേവറിയിലും സ്ലേവിന് ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഓൾമോസ്റ്റ് ഇല്ല എന്ന് പറയാം. പക്ഷേ സ്ലേവ് ഓണറായ വെള്ളക്കാരന് ഇൻഡിവിജ്വൽ റൈറ്റും ഉണ്ട്, ഗ്രൂപ്പ് റൈറ്റും ഉണ്ട്. വെള്ളക്കാരൻ എന്ന ഗ്രൂപ്പ് റൈറ്റും ഉണ്ട്, ഇൻഡിവിജ്വൽ റൈറ്റും ഉണ്ട്. പക്ഷേ അവരുടെ റിലിജൻ അനുസരിച്ച് എല്ലാ മനുഷ്യരും ദൈവം ഉണ്ടാക്കുന്നു. ഈ സ്ലേവ്സ് ആണെങ്കിലും വെള്ളക്കാരാണെങ്കിലും അവർ വ്യക്തികളാണെന്നുള്ള അക്നോളജ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഈ കാസ്റ്റ് സിസ്റ്റത്തിൽ ഈ നമ്പർ 1 കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് പോലും വ്യക്തി റൈറ്റ്സ് ഇല്ല. ഒരു കൊച്ചു നമ്പൂതിരി കുട്ടി, പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി എന്തെങ്കിലും ഒരു കാസ്റ്റ് റൂള് വയലേറ്റ് ചെയ്താൽ ആ കൊച്ചുകുട്ടിയെ ഇല്ലത്തിൻ്റെ കതവിൽ കൊണ്ടുപോയി പുറത്താക്കിയിട്ട് കതവടയ്ക്കും. ആ പുറത്താക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. നേരെ ചാടുന്നത് കാറ്റഗറി 5-ലേക്കാണ്. അപ്പം അവിടെ ജനിച്ചാലും ആ ഗ്രൂപ്പിൽ പെട്ടാലും ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയാൽ യാതൊരു റൈറ്റ്സും ഇല്ല. ഈവൻ ഫോർ ദ മോസ്റ്റ് പവർഫുൾ കമ്മ്യൂണിറ്റി യാതൊരു റൈറ്റ്സും ഇല്ല. ഇതാണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ നമ്പർ വൺ ഒരു ഫീച്ചർ ഫ്രം എ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ. ഞാൻ ഈ കാസ്റ്റിനെ ലീഗലി ഡിഫൈൻ ചെയ്യാം. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. രണ്ടാമത്, ഈ ഫാമിലിയെയും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ആസ് എ ഫാമിലി. അതുകൊണ്ടാണ് പറയുന്നത് ഈ അദ്വൈതമൊക്കെ അനുസരിച്ച് ഞാനില്ല എന്ന് വിശ്വസിക്കണം, എൻ്റെ അഹങ്കാരം ഇല്ലാതാക്കണം, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഫാമിലി മസ്റ്റ് സാക്രിഫൈസ് ഫോർ ദ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റി ഫോർ ദ നേഷൻ. അപ്പം ഞാൻ വ്യക്തിയെയും ഫാമിലിയെയും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. റൈറ്റ്സ് ആസ്റ്റ്. പിന്നെ എവിടെ നിന്നാണ് നമുക്ക് റൈറ്റ്സ് കിട്ടുന്നത്? വ്യക്തിയല്ല, ഫാമിലിയല്ല, എവിടെ നിന്ന് കിട്ടുന്നു? ഈ ഗ്രൂപ്പ്സ് മുകളിൽ വന്ന കാറ്റഗറീസ്, 5 കാറ്റഗറീസ് ഉണ്ടല്ലോ, ഈ 5 കാറ്റഗറീസിൻ്റെ മെമ്പർഷിപ്പിൽ നിന്നാണ് എല്ലാ റൈറ്റ്സും വരുന്നത്. അപ്പോൾ വ്യക്തിക്കുള്ള റൈറ്റ്സും ഈ നമ്പൂതിരി കുട്ടിക്ക് പുറത്താക്കുന്നതിന് മുമ്പുള്ള റൈറ്റ്സ് വരുന്നത് മുഴുവനും ഈ നമ്പർ 1 കാറ്റഗറിയിലെ അംഗമായതുകൊണ്ട് മാത്രമാണ്.
ആ മെമ്പർഷിപ്പിൽ നിന്ന് മാത്രമാണ് റൈറ്റ്സ് കിട്ടുന്നത്. അതാണ് നമ്പർ 2 പോയിന്റ്. എല്ലാ റൈറ്റ്സും പ്രിവിലേജസും ഈ കാറ്റഗറീസ് അനുസരിച്ചേ കിട്ടുള്ളൂ എല്ലാ മനുഷ്യർക്കും. ഈ കാറ്റഗറിയിൽ ആര് പെടും, അതാണ് 3rd പോയിന്റ്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്താണ്, അത് സബ് പോയിന്റ് എന്താണ്, നമ്മൾ നമ്മളുടെ ജനനം അനുസരിച്ച് അച്ഛനും അമ്മയും ഏത് സമുദായത്തിൽപ്പെടുന്നു ആ സമുദായമായിരിക്കും നമ്മുടെ സമുദായം. ഒരു ഓപ്ഷനുമില്ല, മാറ്റാൻ നോക്കൂല. ഈ എല്ലാ സമുദായങ്ങളെയും എടുത്തിട്ട് ഈ വൺ ഓഫ് ദീസ് കാറ്റഗറീസിൽ ക്ലാസിഫൈ ചെയ്യും. ഈ രാജ്യത്തുള്ള എല്ലാ സമുദായങ്ങളെയും കാറ്റഗറി 1, 2, 3, 4 or 5 ഉൾപ്പെടുത്തും ഈ കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ വ്യക്തി കമ്പൽസറിലി ജനിക്കുന്ന സമുദായത്തിൻ്റെ അംഗമാകുന്നു. ആ സമുദായത്തിനെ ഈ 5 കാറ്റഗറിയിൽ ഏതിലാണെന്ന് ഈ നമ്പർ 1 കാറ്റഗറിയിലുള്ള ആൾക്കാർ തീരുമാനിക്കും. സമുദായങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു. ഈ 1 കാറ്റഗറിയിലാണെങ്കിൽ എല്ലാ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് കിട്ടും. അവരാണല്ലോ തീരുമാനിക്കുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് കിട്ടും. നമ്പർ 2നും കിട്ടും. ഭരണാധികാരികളാണല്ലോ, അപ്പോൾ അവർക്ക് എല്ലാ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് കിട്ടും. നമ്പർ 3 ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് ഫുൾ റൈറ്റ്സ് കിട്ടില്ല, പക്ഷെ അവർക്ക് ഒരുപാട് റൈറ്റ്സ് കിട്ടും. നമ്പർ 4ന് അതിനേക്കാളും കുറവ്, പക്ഷെ റൈറ്റ്സ് കിട്ടും. നമ്പർ 5ന് യാതൊരു റൈറ്റ്സും കിട്ടില്ല, യാതൊരു റൈറ്റ്സും കിട്ടില്ല, യാതൊരു സ്ഥാനവുമില്ല, സ്റ്റേറ്റസും ഇല്ല, മനുഷ്യത്വം പോലും അക്നോളജ് ചെയ്യില്ല. അതുകൊണ്ടാണ് ബാബാ സാഹേബ് ഒരിക്കൽ പറയുന്നത്, എൻ്റെ മനുഷ്യത്വം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, ഞാൻ മനുഷ്യനാണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട്? ഈ കാസ്റ്റ് സിസ്റ്റം അനുസരിച്ച് നമ്പർ 5ൽ നമ്മുടെ സമുദായം കാറ്റഗറൈസ് ചെയ്താൽ നമ്മൾ മനുഷ്യർ ആണെന്ന് പോലും അക്നോളജ് ചെയ്യില്ല. പിന്നെ ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ കാറ്റഗറൈസേഷൻ സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം. സമുദായങ്ങളെ എടുത്തിട്ട് 5 കാറ്റഗറിയിലേക്ക് കാറ്റഗറൈസ് ചെയ്യുക. ആ കാറ്റഗറിയിൽ റൈറ്റ്സ് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഗ്രൂപ്പായാലും സമുദായമായാലും വ്യക്തിയായാലും. ഇതിനെയാണ് നമ്മൾ കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ എന്ന് ഫ്രം എ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ പറയുന്നത്. ഞാൻ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ എന്താ പറയുന്നത്, ലോയിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് ഓഫ് ലോ ഇസ് എല്ലാ റൈറ്റ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, ഡിസബിലിറ്റീസ് എന്താണ്, അതിൻ്റെ ഡിറ്റർമിനേഷൻ ലോയിൽ കൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഏത് വ്യവസ്ഥയും റൈറ്റ്സിനെ എടുത്തു കളഞ്ഞാൽ അല്ലെങ്കിൽ കൊടുത്താൽ അതൊരു ലീഗൽ ഇഷ്യൂ ആണ്. അപ്പം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫ്രം എ ലീഗൽ പോയിന്റ് ഓഫ് വ്യൂ കാസ്റ്റ് സിസ്റ്റം എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റം ടു വെസ്റ്റ് ആൻഡ് ഡൈവെസ്റ്റ് സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് ഫോർ ഗ്രൂപ്പ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അതായത് വ്യക്തികൾക്കും സമുദായങ്ങൾക്കും റൈറ്റ്സ് കൊടുക്കുകയും എടുത്തു കളയുകയും ചെയ്യുന്ന സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം. ഇതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്, റിലീജിയസ് സിസ്റ്റം അല്ല. റിലീജിയസ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, സോഷ്യൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ ഇത് റിലീജിയസ് സിസ്റ്റം അല്ല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് എ സിസ്റ്റം ഫോർ ഗിവിംഗ് ആൻഡ് ടേക്കിംഗ് അവേ റൈറ്റ്സ്. റൈറ്റ്സ് ആർ പൊളിറ്റിക്കൽ ഇൻ നേച്ചർ. ഇപ്പം ഇതിൽ പറയുന്ന കാറ്റഗറി 3 ആണെങ്കിൽ നിങ്ങൾ രാവിലെ എണീക്കുമ്പം ഈ പ്രാർത്ഥന പറയണം, ഇഷ്ടമുണ്ടെങ്കിൽ പറയണം. അതൊരു ലീഗൽ ഇഷ്യൂ അല്ല, ഒരു റൈറ്റ് എടുത്ത് കളയുന്നില്ല, കൊടുക്കുന്നില്ല, ഒരു സജഷൻ ഉണ്ട്, ഒരു തിയോളജിക്കൽ പ്രിസ്ക്രിപ്ഷനാണ്. പക്ഷേ കാറ്റഗറി 5ലുള്ള ആൾക്കാർ പഠിക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല, പറഞ്ഞ ജോലി ചെയ്യാൻ പാടുള്ളൂ, പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ പാടില്ല, പബ്ലിക്കിൽ ഇറങ്ങാൻ പാടില്ല, എന്ത് വേഷവിധാനങ്ങൾ ഭരിക്കാം, ഇതൊക്കെ പബ്ലിക് റൈറ്റ്സ് ആണ്, ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ഇതിനെ കൊടുക്കുകയും എടുത്തു കളയുകയും ചെയ്താൽ ഇവരെ അടിമകളായി വിൽക്കുകയാണ്. ഈ 70കൾ വരെ ഇവിടെ ട്രൈബൽസിനെ കേരളത്തിൽ വിറ്റോണ്ടിരുന്നു ജന്മികൾ.
ഈ സിസ്റ്റം ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അതിനെ പ്രൊട്ടക്ട് ഇത് ഒരു ആക്ച്വലി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ് കാസ്റ്റ് സിസ്റ്റം. സൊസൈറ്റിയെ 5 കാറ്റഗറിയിൽ ആക്കി ഭരിക്കുക, റൈറ്റ്സ് കൊടുക്കുക, എടുത്ത് കളയുക. അപ്പൊ ഈ മോളിൽ കാണുന്ന കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ റിലീജിയസ് അല്ല, സോഷ്യൽ അല്ല, പൊളിറ്റിക്കൽ ആണ്, ആക്ച്വലി ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. പെർട്ടിക്കുലർ ഫോം. ഇത് നോർവേയിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ന്യൂസിലാൻഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ന്യൂസിലാൻഡിൽ പോയി പറയുന്നു ഞങ്ങളിപ്പോൾ കാസ്റ്റ് സിസ്റ്റം ഇവിടെ കൊണ്ടുവരുന്നു, വ്യക്തിക്ക് ഒരു റൈറ്റും കിട്ടൂല, ഫാമിലിക്ക് ഒരു റൈറ്റും ഇല്ല, ഇവിടെയുള്ള സമുദായങ്ങളെല്ലാം ഞങ്ങൾ 5 കാറ്റഗറിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പോവുകയാണ്. ആ കാറ്റഗറിക്കുള്ള റൈറ്റ്സ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. അതാണ് കാസ്റ്റ് സിസ്റ്റം. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്, പൊളിറ്റിക്കൽ ഫോം ഓഫ് ഗവൺമെന്റ്. അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. വൈ? ബിക്കോസ് ഭരണഘടന ഇതിനെ കംപ്ലീറ്റ്ലി അനൈഹിലേറ്റ് ചെയ്യാണ്. 1936 ബാബാ സാഹേബ് പറഞ്ഞു അനൈഹിലേറ്റ് കാസ്റ്റ്. വളരെ സൈലന്റ് ആയിട്ട് ഭരണഘടനയിൽ ബാബാ സാഹേബ് കാസ്റ്റ് സിസ്റ്റത്തിനെ അനൈഹിലേറ്റ് ചെയ്തു. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അടുത്ത സ്ലൈഡ് വെച്ച്. ബാബാ സാഹേബ് എന്ത് ചെയ്തു? ഈ 4 കാറ്റഗറീസിന്റെ റൈറ്റ്സിനെ എടുത്തു കളഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ 1, 2, 3, 4 കാറ്റഗറീസിന് യാതൊരു റൈറ്റ്സും ഇല്ല. 5 എന്ന കാറ്റഗറി അബോളിഷ് ചെയ്തു. അപ്പൊ ഇന്ന് ഞാൻ ബ്രാഹ്മണനാണ് അല്ലെങ്കിൽ ക്ഷത്രിയനാണ് വൈശ്യനാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് വേറെ സീറ്റ് ഇരിക്കണം, എനിക്ക് ഇത്രയും ബാക്കിയുള്ളവരുടെ അടുത്ത് ഇരിക്കാൻ ഒക്കില്ല എന്ന് ഡിമാൻഡ് ചെയ്യാൻ ഒരു ലീഗൽ റൈറ്റും ഇല്ല. രണ്ടാമത് വളരെ റെവല്യൂഷണറി ആയിട്ട് ബാബാ സാഹേബ് അംബേദ്കർ എന്ത് ചെയ്തു? വ്യക്തിയെ ഏറ്റവും മുകളിൽ കൊണ്ടുവന്നു. ജാതി മതഭേദമില്ലാതെ എല്ലാ വ്യക്തികൾക്കും റൈറ്റ്സ് കൊടുത്തു. ജാതി മത ലിംഗ ഭേദമില്ലാതെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് കൊടുത്തു. അത് വലിയൊരു റെവല്യൂഷനാണ് എഗൻസ്റ്റ് ദി കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റം അനുസരിച്ച് ഒരു വ്യക്തിക്കും റൈറ്റ്സ് കിട്ടാൻ പാടില്ല, പക്ഷെ എല്ലാവർക്കും റൈറ്റ്സ് കൊടുക്കുന്നു. ഇത് സിമ്പിളായിട്ട് യൂറോപ്പിൽ ചെയ്യുന്ന പോലെ നമ്മൾ കോപ്പി ചെയ്തു എന്നൊന്നുമല്ല. ഇത് ഈ കാസ്റ്റ് സിസ്റ്റത്തിനെ ഇല്ലാതാക്കാൻ അനൈഹിലേറ്റ് ചെയ്യാണ് ഈ റൈറ്റ്സ് കൊടുക്കുന്നത്. വലിയൊരു റെവല്യൂഷനാണ് ബാബാ സാഹേബ് ചെയ്തത്. ഇത്രയും നാള് ഗ്രൂപ്പ് റൈറ്റ്സ് ഉണ്ടായിരുന്ന ഗ്രൂപ്പ്സിന് യാതൊരു റൈറ്റ്സും കൊടുക്കുന്നില്ല. മറിച്ച് കാറ്റഗറി 5-ൽ പെട്ടിരുന്ന ST, SC, OBC സമുദായങ്ങൾക്ക് ഗ്രൂപ്പ് റൈറ്റ്സ് കൊടുക്കുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ സിസ്റ്റം അനുസരിച്ച് ഗ്രൂപ്പ് റൈറ്റ്സ് ഉള്ളവരാണ് ഏറ്റവും ശ്രേഷ്ഠം. ഈ കാസ്റ്റ് സിസ്റ്റം അനുസരിച്ച് ബ്രാഹ്മണർക്കാണ് ഏറ്റവും കൂടുതൽ റൈറ്റ്സ് ഉള്ളത്. ഇന്ന് ഏറ്റവും കൂടുതൽ റൈറ്റ്സ് ഉള്ളത് ആർക്കാണ്? ഷെഡ്യൂൾ ട്രൈബ് ആൻഡ് ഷെഡ്യൂൾ കാസ്റ്റിനാണ്. എന്റെ മേത്ത് കൈവച്ചാൽ വലിയ കോൺസിക്വൻസസ് ഉണ്ടാകുമെന്ന് പണ്ട് ബ്രാഹ്മണന് പറയാമായിരുന്നു. ഇന്ന് SC/ST അട്രോസിറ്റീസ് ആക്ട് കാരണം എന്റെ മേത്ത് കൈവച്ചാൽ വലിയ കോൺസിക്വൻസസ് ഉണ്ടാകും എന്ന് ഗ്രൂപ്പ് മെമ്പർഷിപ്പിന്റെ പേരിൽ SC/STക്ക് മാത്രമേ പറയാൻ ഒക്കുള്ളൂ. ഈക്വൽ റൈറ്റ്സ് കൊടുത്തു മൈനോറിറ്റീസിനും. എന്താണ് മൈനോറിറ്റി എന്ന് വെച്ചാൽ? എണ്ണത്തിൽ കുറവെന്നുള്ളതല്ല മൈനോറിറ്റിയുടെ അർത്ഥം. അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുൾ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് കാരണം, ഗ്രൂപ്പ് ഐഡന്റിറ്റി കാരണം, ഫുൾ എൻജോയ്മെന്റ് ഓഫ് ഓൾ സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് റൈറ്റ്സ് നിഷേധിക്കപ്പെടുന്ന ആൾക്കാർ മൈനോറിറ്റീസ് ആണ്, ഗ്രൂപ്പ്സ് മൈനോറിറ്റീസ് ആണ്. അതാണ് ഡെഫിനേഷൻ ഓഫ് മൈനോറിറ്റി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മൈനോറിറ്റീസ് റിപ്പോർട്ട് SC, ST, ബാക്ക്വേർഡ് ക്ലാസ്സസ്, റിലീജിയസ് മൈനോറിറ്റീസ്, ഇവരെല്ലാവരെയും കവർ ചെയ്തിരുന്നു. 90% ഈ പ്രിവിലേജ് 1, 2, 3, 4, 5 ഒഴിച്ച് എല്ലാവരെയും കവർ ചെയ്തു. എന്തുകൊണ്ട്? ഈ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അവർ മനുഷ്യരാണെങ്കിലും അവർ ഒരു ഗ്രൂപ്പിൽ പെട്ടതുകൊണ്ട്
അവർക്ക് ഫുൾ എൻജോയ്മെൻറ്റ് ഓഫ് ഓൾ റൈറ്റ്സ് നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ ഏത് ഫുൾ റൈറ്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഗ്രൂപ്പ്സും ആ ഗ്രൂപ്പ്സിൽ അംഗങ്ങളും ഓട്ടോമാറ്റിക്കലി മൈനോറിറ്റിയാണ്. അല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഭരണവർഗം എല്ലാ രാജ്യങ്ങളിലും വലിയ നമ്പറിൽ വളരെ കുറവാണ്. നമ്പർ കുറവായിട്ടുള്ള ആൾക്കാർ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ആദ്യം മൈനോറിറ്റി ആവുന്നത് ഭരണവർഗമാണ്. രാജാവും രാജകുടുംബവും, അതിൽ ഏറ്റവും കുറവ് ആൾക്കാർ രാജാവും രാജകുടുംബവും അല്ലേ. അപ്പം നമ്പർ അനുസരിച്ച് കുറവുള്ള ഒരു മൈനോറിറ്റി ആണെങ്കിൽ ഏറ്റവും വലിയ മൈനോറിറ്റി ആരാണ്? രാജാവും രാജകുടുംബവുമാണ്. അതല്ലല്ലോ ഇതിൻ്റെ ഉദ്ദേശം. മൈനോറിറ്റി സ്റ്റേറ്റസിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് കൊടുക്കുന്നു. ആ റൈറ്റ്സ് ഭദ്രമാക്കാൻ വേണ്ടി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അതുകൊണ്ടാണ് ST SC മൈനോറിറ്റീസ് എന്നുള്ള കാറ്റഗറീസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു റെവല്യൂഷനാണ്. ഈ സൊസൈറ്റിയെ നേരെ അപ്സൈഡ് ഡൗൺ ആയിട്ട് തിരിക്കുകയാണ് ഈ കാസ്റ്റ് സിസ്റ്റത്തിന്. ഇതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനെതിരെ വലിയ അറ്റാക്ക് നടക്കുന്നത്. എന്തിന്? ഇതിലേക്ക് തിരിച്ചു പോകാനാണ്. വീണ്ടും ഒന്ന് പുറകോട്ട് പോകാം. ആദ്യത്തെ രണ്ടാമത്തെ സ്ലൈഡിലേക്ക്. അതെ, വീണ്ടും ഈ സിസ്റ്റത്തിലേക്ക് പോകാനാണ് ഇവിടെ വലിയൊരു ഫൈറ്റ് നടക്കുന്നത്. സുപ്രീം കോടതി പറയുന്നു വർണ്ണം വളരെ നല്ലതാണ്. സുപ്രീം കോടതി പറയുന്നു. കാരണം സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ഈ 75 വർഷത്തിലുള്ള ജഡ്ജിമാരിൽ ബഹുഭൂരിപക്ഷവും ഈ 1, 2, 3, 4 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. ഈ വർണ്ണം പോയി കഴിഞ്ഞാൽ, ഇവർ ഈ കാറ്റഗറി പോയി കഴിഞ്ഞാൽ അവരാരുമല്ല നമ്മളെപ്പോലെ. ഇപ്പോൾ ഒരു അയ്യങ്കാർ കമ്മ്യൂണിറ്റി, നമ്പർ 1 കമ്മ്യൂണിറ്റി അയ്യങ്കാർ കമ്മ്യൂണിറ്റി എന്നിരിക്കട്ടെ, അതിനെ കാറ്റഗറൈസ് ചെയ്ത് നമ്പർ 5-ലാക്കുകയാണെങ്കിൽ അവർക്ക് വല്ല പവറുണ്ടോ? അല്ലെങ്കിൽ അയ്യങ്കാർ ശൂദ്ര കാറ്റഗറി എന്നാണെന്ന് പറഞ്ഞാൽ അവർക്കൊരു പവറും ഇല്ല. അവരുടെ പവർ വരുന്നത് ഈ കാറ്റഗറീസിൽ നിന്നാണ്. ഈ കാറ്റഗറീസ് പോയാൽ ബാബാ സാഹേബ് അംബേദ്കർ മനസ്സിലാക്കി, ഈ കാറ്റഗറീസ് എടുത്ത് കളഞ്ഞാൽ നമ്മളെല്ലാം സമുദായങ്ങളാണ്. ശ്രേണീകരണമില്ല, പവറില്ല. അപ്പം ഇതിനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. പിന്നെ അവരെന്ത് ചെയ്തു? അവരാണ്, ഈ ഗ്രൂപ്പാണ് ഇവിടെ ജനാധിപത്യം വരുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് കഴിഞ്ഞ 100-150 വർഷത്തിൽ ഈ സമുദായങ്ങളെ ജാതികൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത് അവരാണ്. ജാതി എന്ന് വെച്ചാൽ കാസ്റ്റ് എന്ന് പറഞ്ഞ് ഇവരെ ഈ സമുദായങ്ങളെല്ലാം കാസ്റ്റുകളാണെന്ന് പറയാൻ, ജാതികളാണെന്ന് പറയാൻ. അതിൽ 2 അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന്, ജാതി മോശമാണെന്ന് പറഞ്ഞ് ഇതിനെ ഇല്ലാതാക്കണം, കാസ്റ്റ്ലെസ് സൊസൈറ്റി ആക്കണം എന്ന് പറഞ്ഞ് ജാതി വേണ്ട എന്നുള്ളൊരു ഡിമാൻഡ് കൊണ്ടുവരാം. 2, ജാതിയാണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം സെപ്പറേറ്റ് സ്പീഷീസാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഷ്യസ്നെസ് ഉണ്ടാക്കാനാണ്. നിങ്ങൾ ബയോളജിക്കലി ഡിഫറെൻ്റ് ആണ്, നിങ്ങൾ ഒരു സ്പീഷീസ്, നിങ്ങൾ പല സ്പീഷീസാണെന്ന് പറഞ്ഞ് അവരെ ഡിവൈഡ് ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജിയാണ്. അപ്പം ഈ വൊക്കാബുലറി മാറ്റി സമുദായങ്ങളെ ജാതി എന്ന് പറയാൻ തുടങ്ങി, കാസ്റ്റ് എന്ന് പറയാൻ തുടങ്ങി. നൂറ്റാണ്ടുകൾക്ക് ഔട്ട്കാസ്റ്റ് എന്ന് പറയപ്പെട്ട കമ്മ്യൂണിറ്റീസ്, ഔട്ട്കാസ്റ്റ് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് കാസ്റ്റ്, ഔട്ട്കാസ്റ്റ് എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിറ്റീസ് അല്ലേ ഇപ്പം കാസ്റ്റുകളായി. അതെങ്ങനെ നമുക്കറിയില്ല. അവർ ഔട്ട് ഓഫ് കാസ്റ്റ് ആണെങ്കിൽ അവർ കാസ്റ്റ് അല്ലല്ലോ, പിന്നെ എങ്ങനെ അവരെ കാസ്റ്റ് എന്ന് പറയുന്നു? ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്നു. ഷെഡ്യൂൾ കാസ്റ്റ് ഔട്ട് കാസ്റ്റ് ആണ്, ബാക്കിയെല്ലാം ഔട്ട് ഓഫ് കാസ്റ്റ് ആണ്, പക്ഷെ കാസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ പക്ഷേ വർണ്ണത്തിനെ ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സുപ്രീം കോടതി പറയുന്നു, ജഡ്ജ്മെന്റിൽ പറയുന്നു, വർണ്ണ ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ എവറിബഡി എന്ന് പറയുന്നു. വർണ്ണ ഇസ് എ ലോഡബിൾ സിസ്റ്റം എന്ന് പറയുന്നു. വർണ്ണ ഈസ് നോട്ട് കാസ്റ്റ് എന്ന് പറയുന്നു സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ. അപ്പൊ വർണ്ണത്തിനെ മൂന്നാമത്തെ സ്ലൈഡിലേക്ക് പോയാൽ, വർണ്ണത്തിനെ അബോളിഷ് ചെയ്തല്ലോ ഭരണഘടന, അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇത് ഓഗസ്റ്റ് 27-ാം തീയതി 1947 സ്വാതന്ത്ര്യത്തിൻ്റെ 12ാം ദിവസം ഭരണഘടന ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് ഭരണഘടനാ അസംബ്ലി രൂപീകരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ 2 ദളിത് മെമ്പേഴ്സ്, മിസ്റ്റർ നാഗപ്പ ആൻഡ് മിസ്റ്റർ മുനിസ്വാമി പിള്ളൈ, അവർ പ്രസംഗിച്ചു. അവർ പറഞ്ഞു 12 ദിവസം മുമ്പ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ ഭയമാണെന്ന് പറഞ്ഞു. ഭയം. എന്തുകൊണ്ട് ഭയം? അവർ പറഞ്ഞു,
ഹിന്ദുസ് ആർ കമ്മിങ് ടു പവർ. എൻ്റെ വാക്കുകളല്ല, അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പറഞ്ഞാണ്. ആർക്ക് വേണമെങ്കിലും August 27, 1947 പ്രൊസീഡിങ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നോക്കിയിട്ട് മുനിസ്വാമി പിള്ളെ നാഗപ്പെ നോക്കിയാൽ അവരിത് പറയുന്നു. ഹിന്ദുസ് ആർ കമ്മിങ് ടു പവർ. വിൽ ദേ ബ്രിങ് ബാക്ക് ഹിന്ദു രാജ്? പ്രവചിക്കുകയാണ്, ഇവർ ഹിന്ദു രാഷ്ട്രം കൊണ്ടുവരുമോ? വിൽ ദേ ബ്രിങ് ബാക്ക് വർണ്ണാശ്രമ ടു ഹാരസ് ദ ഹരിജൻസ്? അന്നത്തെ വാക്ക് ഉപയോഗിച്ച് പറയുകയാണ്, പ്രവചിക്കുകയാണ്. ഈ സിസ്റ്റത്തിനെ അവർ തിരിച്ചു കൊണ്ടുവരും. ഇതല്ല മറ്റേ സിസ്റ്റം, ഈ സിസ്റ്റത്തിനെ ഇവർ തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരെയും കാറ്റഗറൈസ് ചെയ്ത് റൈറ്റ്സ് നിഷേധിക്കും. 1, 2, 3, 4, 5 ആയിട്ട് എല്ലാ സമുദായങ്ങളെയും അതിൽ കാറ്റഗറൈസ് ചെയ്യും, ഇൻക്ലൂഡിങ് മൈനോറിറ്റീസ്. മൈനോറിറ്റീസ് എല്ലാം ഓട്ടോമാറ്റിക്കലി നമ്പർ 5 ആണ്. പിന്നെ നമ്പർ 1 ഡിസൈഡ് ചെയ്യുന്ന ചില റൈറ്റ്സ് കൊടുക്കും, നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ കാറ്റഗറി 5 ആണ്. സ്ത്രീകൾ കാറ്റഗറി 5 ആണ്, ട്രാൻസ്ജെൻഡർ കാറ്റഗറി 5 ആണ്, എല്ലാവരും കാറ്റഗറി 5 ആണ്. ഈ 1, 2, 3, 4 എക്സ്ക്ലൂസീവ് ആണ്, അതിൽ വേറെ ആർക്കും കയറാൻ ഒക്കില്ല. അപ്പൊ ഇതിനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഭയം 12ാം ദിവസം ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് ഈ 2 ദളിത് മെമ്പേഴ്സും പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല പ്രവചിച്ചു എന്ന് നമുക്ക് പറയാം. 75 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് ഈ ഫൈറ്റിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം. അതിലേക്ക് ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. പക്ഷേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ, ഞാൻ സോഷ്യോളജിക്കലായിട്ടല്ല ഡിഫൈൻ ചെയ്യുന്നത്, ലീഗൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ അധികാരങ്ങൾ, റൈറ്റ്സ് കൊടുക്കുകയും എടുത്തു കളയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ജനങ്ങളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും. ഇതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ഇതിന് ഈ റിലീജിയസ് ജസ്റ്റിഫിക്കേഷനും മറ്റേതും മറിഞ്ഞും ഒക്കെ പറയുന്നത്. പക്ഷെ ഇതിൽ ഒരു റിലിജനും ഇല്ല. ഇതിൽ റൈറ്റ്സ് എടുത്ത് കളയാണ്. ഒരു ഫോം ഓഫ് ഗവൺമെൻറ്റാണ്. ഭരണഘടന കൊണ്ടുവരുന്ന എന്ത് ഫോം ഓഫ് ഗവൺമെൻറ്റാണ്? ഡെമോക്രസിയാണ്. ഡെമോക്രസി എന്ന് വെച്ചാൽ 2 വാക്കുകളാണ്, ഡീമോസ് ആൻഡ് ക്രാറ്റോസ്. ഡീമോസ് എന്ന് വെച്ചാൽ സാധാരണക്കാർ, ക്രാറ്റോസ് എന്ന് വെച്ചാൽ പവർ. ജനാധിപത്യം എന്ന് വെച്ചാൽ പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കോമൺ പീപ്പിൾ. അടുത്ത സ്ലൈഡിലേക്ക് പോയാൽ നമുക്ക് കാണാം. അടുത്തിലേക്ക് പോയി ഇവിടെ വ്യക്തിയുടെ കയ്യിലാണ് പവർ. ഡെമോക്രസി നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലാണ് ഇപ്പോൾ പവർ. കാറ്റഗറി നമ്പർ 1 അല്ല, എൻ്റെ കയ്യിലല്ല പവർ. നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ പവർ തന്നിരിക്കുകയാണ് ഭരണഘടന. അതാണ് ജനാധിപത്യം. നിങ്ങൾക്ക് റൈറ്റ്സ് മാത്രമല്ല പവർ തന്നിരിക്കുകയാണ്. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുന്നുണ്ട്, ഓൾ പവർ ആൻഡ് അതോറിറ്റി ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഷാൽ ബി ഡിറൈവ് ഫ്രം ദ പീപ്പിൾ. അപ്പൊ ഈ ഫോം ഓഫ് ഗവൺമെന്റ്, വർണ്ണവ്യവസ്ഥ 1, 2, 3, 4, 5, 1, 2, 3, 4 പവർ ഉള്ളൂ, ബാക്കി ആർക്കും പവർ ഇല്ല എന്നുള്ള വ്യവസ്ഥയെ തിരിച്ചു വരണമെങ്കിൽ ഈ ഡെമോക്രസി എല്ലാ വ്യക്തിയുടെയും കയ്യിലാണ് പവർ എന്നുള്ള സിസ്റ്റത്തിനെ അട്ടിമറിക്കാതെ പറ്റില്ല. ഇപ്പോൾ വാസ്തവത്തിൽ അത് അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞാനല്ല പറയുന്നത്, ഈ ലോകത്തുള്ള ഞാൻ ഒരു മനോരമയിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത 26-ാം തീയതി അതിൻ്റെ കോപ്പീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തതാണ്. അതിൽ ഞാൻ പറയുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ലോകത്തിലുള്ള പ്രശസ്തമായിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇത് പഠിക്കുന്ന, ജനാധിപത്യത്തിനെ പഠിക്കുന്ന സംഘടനകൾ പറയുന്നത് ഇന്ത്യയിൽ ഡെമോക്രസി ഇല്ല എന്നാണ്. അത് ഡെമോക്രസി അവർ ഡിഫൈൻ ചെയ്യാണ്. പക്ഷേ ഈ ഡെമോക്രസി തന്നെ നമുക്ക് 1950-ൽ ഗോപിക പറഞ്ഞതുപോലെ എത്രയോ വർഷങ്ങളുടെ, ദശാബ്ദങ്ങൾ, നൂറ്റാണ്ടുകളുടെ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ സ്ട്രഗിൾ കാരണം ജനാധിപത്യം ഉണ്ടാക്കും എന്നുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മൾ ചെയ്തത്. അല്ലാതെ നമുക്കറിയാം ഈ പ്രഖ്യാപനത്തിലൂടെ ഈ സിസ്റ്റം ഇല്ലാതാകില്ല. ഇത് നമ്മുടെ പ്രഖ്യാപനമാണ്, ഇതിനെ ഇല്ലാതാക്കണം.
അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign socialist നിങ്ങൾ പറയാമോ? ഇപ്പോൾ വായിച്ചില്ലേ നമ്മൾ? having solemnly resolved to constitute India into sovereign, secular, socialist, democratic republic. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് we the people of India having solemnly resolved to constitute India, ഇന്ത്യയെ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. having constituted India എന്നല്ല പറയുന്നത്, having resolved to constitute എന്നാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ഡോക്ടർ ബാബാ സാഹേബ് ഭീംറാവ് അംബേദ്കറിന് നല്ലോണം അറിയാം ഈ പ്രഖ്യാപനത്തിലൂടെ ഈ ജനാധിപത്യം ഉണ്ടാകാൻ പോകുന്നില്ല. വലിയൊരു സ്ട്രഗിളിൻ്റെ പ്രഖ്യാപനമാണ്. നമ്മൾ പോരാടി ഈ രാജ്യത്തിൽ ഈ ഭൂഖണ്ഡത്തിൽ നമ്മൾ ഒരു സോവറിൻ, സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിനെ നമ്മൾ ഉണ്ടാക്കും എന്നുള്ളൊരു ജനങ്ങളുടെ പ്രഖ്യാപനമാണ്. അത് കഴിഞ്ഞിട്ടിപ്പോൾ 75 വർഷമായി. ആ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ട് സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത് ഈ രാജ്യത്തെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളാണ്, അവരുടെ കമ്മ്യൂണിറ്റീസാണ്, അവരുടെ സ്ട്രഗിളാണ്. ഇന്നും അവർ കാരണമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്. ഈ സിസ്റ്റത്തിനെ അബോളിഷ് ചെയ്യണം. ഈ 1, 2, 3, 4, 5 കാറ്റഗറൈസേഷൻ സിസ്റ്റം, ആ വ്യവസ്ഥ അബോളിഷ് ചെയ്താലേ നമുക്ക് എല്ലാവർക്കും സമത്വം ഇവിടെ ഉണ്ടാകും. അതിനെ അബോളിഷ് ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുകയാണ്. അതിൻ്റെ എതിരെ ഈ ശ്രീ നാഗപ്പയും ശ്രീ മുനിസ്വാമി പിള്ളയും പറഞ്ഞതുപോലെ ഈ വർണ്ണവ്യവസ്ഥയെ ഹിന്ദു രാഷ്ട്രത്തിനെയും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു പദ്ധതിയാണ് മറ്റേ സൈഡിൽ നിൽക്കുന്നത്. അതിൻ്റെ കാരണം ഈ ഓട്ടോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിനെ തിരിച്ചു കൊണ്ടുവന്ന് ഈ രാജ്യത്തിന് ഒരു ഏകാധിപത്യമാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഡെമോക്രസി, നമ്മുടെ റിപ്പബ്ലിക്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഐ സി യുവിലാണ്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളെല്ലാം പലതും നിലച്ചു, ദുർബലമായി. നമ്മൾ എല്ലാവരും ഇത് മനസ്സിലാക്കി എന്തിനു വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത്? അധികാരം ജനങ്ങളുടെ കയ്യിൽ വേണം, പവർ ജനങ്ങളുടെ കയ്യിൽ വേണം. അത് കുറേ കൂടെ നമ്മൾ സ്ട്രഗിൾ ചെയ്താലേ അതൊരു യാഥാർത്ഥ്യമാകുകയുള്ളൂ. അതിന് സ്ട്രഗിൾ ചെയ്യണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ വ്യക്തികളെ മാത്രമല്ല സമുദായങ്ങളെയും ശക്തിപ്പെടുത്തണം. ശക്തമായിട്ടുള്ള സമുദായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജനാധിപത്യത്തിനെ നമുക്ക് സംരക്ഷിക്കാനൊക്കെയുള്ളൂ. അത് ആർട്ടിക്കിൾ 38(2) തന്നെ പറയുന്നു ഭരണഘടനയിൽ. ഇക്വാളിറ്റി നോട്ട് ഓൺലി അമംഗ്സ്റ്റ് ഇൻഡിവിജ്വൽസ് ബട്ട് ഓൾസോ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ഇന്ത്യയിൽ ഉണ്ടാകണം എന്ന് ആർട്ടിക്കിൾ 38(2) പറയുന്നു. എന്തുകൊണ്ടാണ്? ഗ്രൂപ്പ്സ് തമ്മിൽ ഇക്വാളിറ്റി വേണം. എല്ലാ ഗ്രൂപ്പ്സും വീക്ക് ആകണം എന്നല്ല എൻ്റെ അർത്ഥം, എല്ലാ ഗ്രൂപ്പ്സും സ്ട്രോങ് ആകണം എന്നാണ്. എല്ലാ സോഷ്യൽ ഗ്രൂപ്പ്സും സ്ട്രോങ് ആയാൽ മാത്രമേ ഡെമോക്രസി, വ്യക്തി സ്ട്രോങ് ആകണം, സമുദായങ്ങൾ സ്ട്രോങ് ആകണം. വ്യക്തി സ്ട്രോങ് ആകണമെങ്കിൽ ഇന്ത്യയിലും മറ്റ് സ്ഥലങ്ങളിലും വ്യക്തികളായ നമ്മൾ പെടുന്ന ഏതെങ്കിലും സമുദായങ്ങൾ വളരെ ശക്തമാണെങ്കിൽ മാത്രമേ വ്യക്തിക്ക് ശക്തമാകാൻ ഒക്കുള്ളൂ. നമ്മൾ ദുർബല ജനവിഭാഗങ്ങൾ ആരാണ്? അവർ പെടുന്ന ഒരു സമുദായങ്ങളും ശക്തമല്ല. ശക്തമായ വ്യക്തികൾ ആരാണ്? അവർ പെടുന്ന എല്ലാ സമുദായങ്ങളും, അവരുടെ ജാതി എന്ന് വെച്ചാൽ ഈ 1, 2, 3, 4 ജാതി ആയാലും ചേംബർ ഓഫ് കോമേഴ്സ് ആയാലും ഏതായാലും
വളരെ ശക്തമായിട്ടുള്ള സമുദായങ്ങളിലാണ്, എല്ലാ സമുദായങ്ങളും വളരെ ശക്തമാണ്. അതുകൊണ്ട് അവർക്ക് ശക്തിയുണ്ട്. അപ്പം നമ്മൾ ശക്തമായിട്ടുള്ള സമുദായങ്ങൾ ശക്തമായിരിക്കുന്നതിന് നമുക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. അവരെ ദുർബലപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരു സമുദായത്തിൻ്റെ എതിരല്ല. ഈ നമ്പർ 1 കാറ്റഗറിയിൽ പെടുന്ന സമുദായങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അയ്യരായാലും അയ്യങ്കാരായാലും നമ്പൂതിരിയായാലും ചിത്പവനായാലും ആരായാലും നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. എല്ലാ സമുദായങ്ങൾക്കും പ്ലസ് മൈനസ് പോയിന്റ്സ് ഉണ്ട്, അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതിന് ആ സമുദായങ്ങൾ നമ്മൾ ആരെയും, ഒരു സമുദായത്തിനെ നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. ഈ ഭരണഘടന നമ്മൾ വ്യക്തിപരമായും അതനുസരിച്ച് നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നു. നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് അല്ല, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സമുദായങ്ങൾ തമ്മിൽ ശ്രേണീകരിക്കുകയും സമുദായങ്ങളുടെ റൈറ്റ്സ് എടുത്തു കളയുകയും ചെയ്യുന്ന ഈ പൊളിറ്റിക്കൽ സിസ്റ്റം, കാസ്റ്റ് സിസ്റ്റം, അതാണ് പ്രശ്നം. ഇപ്പോൾ ശക്തമായിരിക്കുന്ന സമുദായങ്ങൾ ശക്തമായിരിക്കുന്നു, പ്രശ്നമല്ല. പക്ഷേ അതുപോലെ തന്നെ ശക്തമാകണം ഇവിടുത്തെ ധീവര സമുദായം, അല്ലെങ്കിൽ പുലയ സമുദായം, അല്ലെങ്കിൽ സാംബവ സമുദായം, അല്ലെങ്കിൽ മുസ്ലിം സമുദായം, എല്ലാ സമുദായങ്ങളും ശക്തമാകണം. എന്നാലേ ഇവിടെ ഒരു ഡെമോക്രസി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇന്ന് യാഥാർത്ഥ്യം എന്താണ്? ബാബാ സാഹേബ് അംബേദ്കർ, ഇത് വെച്ചിട്ട് ഞാൻ അവസാനിക്കാം. ഡോക്ടർ അംബേദ്കർ 1930 പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോകുമ്പോൾ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കിയാണെന്ന് പറഞ്ഞു. ഓളിഗാർക്കി എന്നുള്ള വാക്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയാമോ അതിൻ്റെ അർത്ഥം എന്താണെന്ന്? പറയൂ. എന്തോ? അതെ. ഈ ഓളിഗോസാക്കറൈഡ് എന്ന് കേട്ടിട്ടുണ്ടോ? കെമിസ്ട്രിയിൽ മോണോസാക്കറൈഡ്, പോളിസാക്കറൈഡ്, ഓളിഗോസാക്കറൈഡ് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഓളിഗോസാക്കറൈഡ് എന്ന് വെച്ചാൽ, മോണോസാക്കറൈഡ് എന്ന് വെച്ചാൽ ഒരു സാക്കറൈഡ്, പോളിസാക്കറൈഡ് എന്ന് വെച്ചാൽ കുറേ സാക്കറൈഡ്. ഓളിഗോസാക്കറൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ആരെങ്കിലും പറയാമോ? ഓളിഗോസാക്കറൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ എന്തോ കുറച്ച് സ്മോൾ നമ്പർ ഓഫ് സാക്കറൈഡ്സ്. അപ്പോൾ ഓളിഗോസ് എന്ന് വെച്ചാൽ സ്മോൾ നമ്പർ എന്നാണ് എൻ്റെ അർത്ഥം. മോണോ ആർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം. ഓളിഗാർക്കി എന്ന് വെച്ചാൽ സ്മോൾ നമ്പർ ഓഫ് ആൾക്കാരുടെ ഭരണം. ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്ന 4 സമുദായങ്ങളാണ്. കേരളത്തിനെ ഭരിക്കുന്നത് ഒരു സമുദായവും അവരുടെ ഡിസെൻഡൻസ് ആണെന്ന് ഏകപക്ഷീയമായി ക്ലെയിം ചെയ്യുന്ന മറ്റ് 2 സമുദായങ്ങളും. മിക്കവാറും ഉള്ള എല്ലാ പൊസിഷൻസും, താക്കോൽ സ്ഥാനങ്ങളും വിഭവങ്ങളും എല്ലാം അവരുടെ കയ്യിലാണ്. അപ്പോൾ വലിയ തോതിൽ സമുദായങ്ങൾ തമ്മിൽ അസമത്വമുണ്ട്. അതാണ് ഓളിഗാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ബാബാ സാഹേബ് പ്രവചിച്ചു, ബ്രിട്ടീഷ് പോകുമ്പോൾ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നത് ഓളിഗാർക്കി ആയിരിക്കും എന്ന് പറഞ്ഞു. അത് സത്യമായ ആ പ്രവചനം ശരിയായി വന്നു എന്ന് നമുക്കിപ്പോൾ 75 വർഷത്തിന് ശേഷം പ്രകടമാണ്. അതിൻ്റെ സൊല്യൂഷനും ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു. പ്രതിവിധി എന്താണ്? പ്രാതിനിധ്യ ജനാധിപത്യം. എല്ലാ സമുദായങ്ങൾക്കും ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം വേണം, ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഓളിഗാർക്കി ഈ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറിയിലും ഇക്കോണമിയിലും 4-5 സമുദായങ്ങൾക്ക് മാത്രമേ അതിൻ്റെ കയ്യിലാണെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും അവിടെ ആനുപാതികമായി മതിയായ പ്രാതിനിധ്യം വന്നാൽ ക്ഷണത്തിൽ ഓളിഗാർക്കി ഇല്ലാതാകുന്നു. അതിന് ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞത് 1930 റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഫോർ ഓൾ കമ്മ്യൂണിറ്റീസ്. ആ റെപ്രസെൻറ്റേഷൻ്റെ ഒരു ഉപകരണമാണ് റിസർവേഷൻ, സംവരണം. നമ്മൾ സംവരണം വേണമെന്ന് പറയുന്നത് സംവരണത്തിന് വേണ്ടിയല്ല, പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ്. എന്തുകൊണ്ട് പ്രാതിനിധ്യം വേണം? നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഇത്രയും വൈവിധ്യമുള്ളൊരു രാജ്യത്ത് നയങ്ങളും നിയമങ്ങളും രൂപീകരിക്കുമ്പോൾ എല്ലാ സമുദായങ്ങളുടെയും വോയിസ് വേണം, അഭിപ്രായം വേണം. വളരെ ഡിഫറൻസസ് ഉള്ളത് കൊണ്ട് അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൺസെൻസസ് ഡിസിഷൻ എടുക്കണം. അല്ലാതെ 3-4 കമ്മ്യൂണിറ്റീസ് മാത്രം ഇരുന്ന് ഒരു ഡിസിഷൻ എടുത്താൽ അത് പല ആൾക്കാർക്കും
ദോഷം ചെയ്യും. അപ്പം നമുക്ക് ഒരു സീറ്റ് അറ്റ് ദ ടേബിൾ വേണം, സീറ്റ് അറ്റ് ദ ടേബിൾ ഓഫ് പവർ എല്ലാ സമുദായങ്ങൾക്കും വേണം. എന്നാലേ ഈ രാജ്യം ഭദ്രമാകൂ. ഇന്ന് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ICUലാണെങ്കിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു എങ്കിൽ, രാജ്യം ദുർബലമായി എങ്കിൽ അതിൻ്റെ മൗലിക കാരണം ഈ ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും പ്രാതിനിധ്യമില്ല എന്നുള്ളതാണ്. എല്ലാ സമുദായത്തിലും പ്രാതിനിധ്യമില്ല. ഇവിടെ ഓളിഗാർക്കിയാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ പ്രാതിനിധ്യമുണ്ടെങ്കിൽ, എല്ലാവർക്കും ഒരു വോയിസ് ഉള്ളൊരു ഭരണകൂടമുണ്ടെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എല്ലാം എടുത്തിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ബാബറി മസ്ജിദ് അയോധ്യ ഡിസിഷൻ പോലൊരു ജഡ്ജ്മെന്റ് സുപ്രീം കോർട്ടിൽ നിന്ന് വരാൻ സാധ്യതയില്ല. പല നയങ്ങളും ഈ ജനങ്ങളുടെ എതിരെ നിൽക്കുന്ന നയങ്ങൾ ജനങ്ങൾക്ക് ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പ്രൊട്ടസ്റ്റിന്റെ ആവശ്യം വരില്ല. ഫാർമേഴ്സിന് അവിടെ വോയിസ് ഇല്ല, അതുകൊണ്ടാണ് അവർക്ക് റോഡിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഈ പ്രതിസന്ധി നമ്മൾ നേരിടുന്നത് ഓളിഗാർക്കി ഭരണം കൊണ്ടാണ്. അതിന് പ്രതിവിധി പ്രാതിനിധ്യമാണ്. റിസർവേഷൻ വേണ്ട എന്ന് പറയുന്നത് പ്രാതിനിധ്യം വേണ്ട എന്ന് പറയുന്നതാണ്. പലരും പറയും പ്രാതിനിധ്യമല്ല വേണ്ടത്, മെറിറ്റ് വേണമെന്ന് പറയും. അത് എന്തുകൊണ്ട് ബ്രിട്ടീഷുകാരോടൊപ്പം പറഞ്ഞില്ല? ബ്രിട്ടീഷുകാരോടൊപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് സ്വരാജ് വേണം, ഇന്ത്യൻസ് ഭരിക്കണം. മഹാത്മാഗാന്ധി പറഞ്ഞു സുരാജിനെക്കാളും നല്ലത് സ്വരാജാണെന്ന് പറഞ്ഞു. മെറിറ്റ് പോകുമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. നിങ്ങൾക്ക് സ്വയം ഭരിക്കാൻ അറിയില്ല, നിങ്ങൾ ഈ രാജ്യം ഭരിച്ചാൽ നിങ്ങൾക്ക് ഈ മെറിറ്റ് ഇല്ല എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. അതിനെ നമ്മൾ നിഷേധിച്ചു. ബ്രിട്ടീഷ് ഓളിഗാർക്കി അവസാനിക്കണം, എല്ലാവർക്കും സ്വരാജ് വേണം, എല്ലാവർക്കും ഭരണ പങ്കാളിത്തം വേണമെന്ന് പറഞ്ഞാണ് ബ്രിട്ടീഷുകാരെ പുറത്താക്കിയത്. പക്ഷേ ബാബാ സാഹബ് പറഞ്ഞതുപോലെ ഒരു ഇന്ത്യൻ ഓളിഗാർക്കി ടേക്ക് ഓവർ ചെയ്തിട്ട് ഇപ്പോൾ പറയാൻ നിങ്ങൾക്ക് പ്രാതിനിധ്യം വേണ്ട, മെറിറ്റ് അനുസരിച്ച് ഞങ്ങൾ ഭരിച്ചോളാം എന്ന് പറയുന്നു. എന്നാൽ പിന്നെ ബ്രിട്ടീഷിനെ തിരിച്ചു കൊണ്ടുവന്നു. എന്തിനാ അവൾ പുറത്തയച്ചു? അവരെ തിരിച്ചു കൊണ്ടുവന്നൂടെ? ഏറ്റവും മെറിറ്റ് ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും മെറിറ്റ് ഉള്ള ആൾക്കാരല്ലേ ഭരിക്കേണ്ടത്, അല്ലാതെ വെറും ഇന്ത്യയിൽ മാത്രമാണോ മെറിറ്റ് നോക്കണം? ഒന്നുകിൽ മെറിറ്റ് നോക്കണം, അല്ലെങ്കിൽ സ്വയം ഭരണം നോക്കണം. ഇത് മെറിറ്റ് നോക്കുകയാണെങ്കിൽ UK ഒരു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവർ റിസർവ് ബാങ്കിൻ്റെ ഒരു ഗവർണറെ സെലക്ട് ചെയ്തു. അവർ ലോകത്ത് മുഴുവൻ നോക്കിയിട്ട് ഒരു കനേഡിയനെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്തു അവരുടെ ബാങ്ക് ഓഫ് ഗവർണറായിട്ട്. അപ്പോൾ അത് മെറിറ്റ് ഉണ്ട്. ലോകത്തെ ഏറ്റവും കേപ്പബിൾ ആരാണ് നോക്കിയിട്ട് അപ്പോയിന്റ് ചെയ്യുക. പക്ഷേ അവിടെ നമുക്ക് ഈ ഓളിഗാർക്കിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ മെറിറ്റ് ഉള്ളൂ, വേറെ ആർക്കും പ്രാതിനിധ്യം പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് റിസർവേഷനല്ല, സംവരണത്തിനല്ല, പ്രാതിനിധ്യത്തിനാണ്. പ്രാതിനിധ്യവും ഭരണ പങ്കാളിത്തവും ഇല്ലെങ്കിൽ ഇന്ത്യ നിലനിൽക്കില്ല, ഭദ്രമായി ഇന്ത്യ നിലനിൽക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്റ്റേറ്റ് ഇന്ന് വലിയൊരു ക്രൈസിസിലാണ്. ഈ ഡെമോക്രസിയെ രക്ഷിക്കാൻ, ഈ വർണ്ണവ്യവസ്ഥ തിരിച്ചു വരാതെ സംരക്ഷിക്കാൻ ഉള്ളൊരു ശ്രമമാണ് ഒരു സ്ട്രഗിളാണ് നമ്മൾ നയിക്കുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്, ഇമ്മീഡിയറ്റ്ലി ഫോക്കസ് ചെയ്യേണ്ടത് പ്രാതിനിധ്യ ജനാധിപത്യത്തിനാണ്. എല്ലാ സമുദായങ്ങളെയും ശക്തിപ്പെടുത്തണം, എല്ലാവർക്കും ഭരണ പങ്കാളിത്തം കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് ജനാധിപത്യം വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമാകുന്നത്. ശരി, വളരെ നന്ദി. താങ്ക് യു.